കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഹൃദയത്തെക്കുറിച്ചാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്നേഹം, കരുണ, പ്രണയം, ഇഷ്ടം, ചേർത്തുപിടിക്കൽ, അങ്ങനെ ഒത്തിരി അർത്ഥങ്ങളിലേക്ക് ഹൃദയം കടന്നു പോകും. എന്നാൽ ഹൃദയം നിലച്ചാലോ അതോടുകൂടി നമ്മൾ മരണം വരിക്കുകയായി. അപ്പോൾ ഹൃദയം നിലയ്ക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? സമീപകാലത്ത് നാം കേൾക്കുന്ന വാർത്തകൾ, ഇപ്പം ഏറ്റവും അടുത്ത് നാം കേട്ടത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ്. ആ കുടുംബം തന്നെ കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരു പിതാവ് കലാകാരനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം നവാസ്, വെറും 51-52 വയസ്സുള്ള നവാസ് അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപോവുകയാണ്. എങ്ങനെ പോയി? ഷൂട്ടിലെല്ലാം പങ്കെടുത്ത് ബെഡ്റൂമിൽ പോയി ഫ്രഷായി തിരിച്ച് പോകേണ്ട ആൾ റൂം വെക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഹോട്ടൽ ജീവനക്കാർ പോയി നോക്കുമ്പോഴാണ് മരിച്ച് കിടക്കുന്നത് കണ്ടത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഹൃദയം നിലച്ചു പോകുന്ന ഒരു സ്ഥിതി നാം കാണാറുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ തന്നെ കഴിഞ്ഞ ഒരു 4-5 ദിവസം ഒരു 40 വയസ്സുള്ള ഒരാൾ, അദ്ദേഹത്തിന് പുറം വേദനയും കൈവേദനയും വരുന്നു. ഡോക്ടറെ കാണുന്നു. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അസിഡിറ്റിക്കുള്ള ഒരു മെഡിസിൻ നൽകുന്നു. അസിഡിറ്റിയാണ്, ആ വേദന അങ്ങ് പോയിക്കോളും എന്ന് പറഞ്ഞ് ഈ 40-കാരനെ അയക്കുന്നു. അദ്ദേഹം ജോലിയെല്ലാം ചെയ്തു, വീട്ടിലെത്തുന്നു. രാത്രി വീണ്ടും അയാൾക്ക് വേദന വരുന്നു. അസിഡിറ്റി ആണല്ലോ, രാവിലത്തേക്ക് വീണ്ടും ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മരുന്ന് കഴിച്ച് കിടക്കുന്നു. രാവിലെ ഈ 40-കാരൻ മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ ദിവസേന ഇത്തരം കേസുകളിലൊക്കെ ചിലപ്പോൾ ഓടി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോൾ നവാസിൻ്റെ കേസിലാണെങ്കിലും എല്ലാം പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അത് ഹൃദയാഘാതമാണ്, ഹൃദയസ്തംഭനമാണ്. ഈ ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒന്നാണോ എന്ന് നമുക്കറിയില്ല. അത് വിദഗ്ധരോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ കാണുന്ന നിസ്സാരമായ ചില വേദനകൾ, അത് പുറം വേദനയാകാം, കൈവേദനയാകാം, നമ്മൾ കാണുന്ന ചെറിയ ചെറിയ വേദനകൾ പോലും ചിലപ്പോൾ നമ്മുടെ ജീവൻ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്കാര്യത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നേർരേഖയിൽ സംവദിക്കുകയാണ്. ഹൃദയത്തെ കൂടെ നിർത്താൻ, ഹൃദയം നിലച്ചു പോകാതിരിക്കാൻ നേർരേഖ ഈ എപ്പിസോഡിൽ വിദഗ്ധ ഡോക്ടർമാരുമായി സംവദിക്കുന്നു. പ്രേക്ഷകർക്കും പ്രമുഖരായ 3 ഡോക്ടർ, അവർ 3 പേരും തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ പ്രഗത്ഭരാണ്. ഒരാൾ ഹൃദ്രോഗ വിദഗ്ധനാണ്, ഡോക്ടർ ശ്രീജിത്ത് വളപ്പിൽ. രണ്ടാമത്തെ ആൾ ജനറൽ മെഡിസിനിൽ സീനിയർ കൺസൾട്ടൻ്റാണ്, ഡോക്ടർ നാഗേഷ് പ്രഭു. ഒപ്പം ED എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർ അബ്ദുൽ ഹാരിസ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഈ ഹൃദയമായതുകൊണ്ട് ആദ്യം നമുക്ക് ശ്രീജിത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ ഡോക്ടർ? ഞാൻ എൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മരണങ്ങൾ ചെറുപ്പക്കാരുടെ മരണങ്ങളാണ്. മുമ്പൊക്കെ നമ്മൾ പറയും ഒരു 40 കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ബോഡി ചെക്കപ്പ് നടത്തണം, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പുലർത്തണം. അല്ലെങ്കിൽ 50 കഴിഞ്ഞാലാണ് നമ്മൾ ആ ജാഗ്രത പുലർത്തുകയും എവറി 3 months ടെസ്റ്റുകൾ നടത്തുകയും ഇങ്ങനെ കൊണ്ട്. പക്ഷേ ഈ മരണനിരക്ക് ഇപ്പോൾ കാണുന്ന ചെറുപ്പക്കാരുടെ ഹൃദയാഘാതം മൂലമുള്ള, അല്ലെങ്കിൽ ഹൃദയസ്തംഭനം മൂലമുള്ള, ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണം താങ്കൾ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോളാം, ഇതിൽ ചെറുപ്പക്കാരുടെ മരണനിരക്ക്, ഹാർട്ട് അറ്റാക്ക് മരണനിരക്ക് കൂടി വരികയാണ്. ഞാൻ പഠിക്കുന്ന MBBS പഠിക്കുന്ന സമയത്ത് 2001 ഒരു 27 വയസ്സുകാരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അന്ന് ആ കേസ് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ആ ചെറുപ്പക്കാരന് എങ്ങനെ അറ്റാക്ക് വന്നതെന്ന് നിരന്തരമായി അന്വേഷണം നടത്തി അദ്ദേഹം അവസാനം സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊക്കൈൻ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചാണെന്നാണ്. അന്നൊന്നും ഈ ചെറുപ്രായത്തിൽ അറ്റാക്കുകൾ അത്ര കോമൺ അല്ല. പക്ഷെ ഇന്ന് നമ്മളെ ആശുപത്രിയിൽ തന്നെ ഒരു മാസം വരുന്ന 100ഓളം അറ്റാക്ക് കേസുകൾ, ഒരു 5-10 കേസുകൾ ചെറുപ്പക്കാരാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ 27-കാരൻ കൊക്കൈൻ ഉപയോഗിച്ചിട്ടാണ് ഹൃദയസ്തംഭനത്തിലേക്ക് പോകുന്നത്. ഇപ്പം വരുന്ന കേസുകളുടെ സ്വഭാവം എന്താ? പക്ഷെ ഇപ്പം വരുന്ന കേസുകൾ അങ്ങനത്തെ ഈ കഴിഞ്ഞ ഞാനിവിടെ വന്ന ശേഷമുള്ള ഈ 8 വർഷത്തിന് ശേഷമുള്ള ചെറുപ്പക്കാരുടെ അറ്റാക്കുകൾ എപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്. എങ്ങനെ അതുകൊണ്ട് ഇവർക്ക് അറ്റാക്ക് വരുന്നു എന്നുള്ളത് ഞാൻ എല്ലാ പരിശോധനകളും ചെയ്ത് നോക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഈ പ്രമേഹമാണ്. പ്രമേഹം ഇന്ന് നമുക്കറിയാം, കേരളം പ്രമേഹത്തിൻ്റെ ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ വളരെ മോശമാണ്. പ്രമേഹം വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. പലരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സിനും പ്രമേഹം കടന്നു പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഈ പലരുടെയും ഒബീസിറ്റിയും പലപ്പോഴും നമ്മൾ ചെറിയ പ്രായത്തിൽ പ്രമേഹം ടെസ്റ്റ് ചെയ്യില്ല, വേറെ ക്ഷീണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രമേഹം ഒരു ലക്ഷണമൊക്കെ കണ്ട് കാഴ്ച കുറയുന്നതും ഞരമ്പിൻ്റെ തരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ അത് ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഹാർട്ട് അറ്റാക്ക്. പലരുടെയും അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ബ്ലോക്കിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ
രക്തക്കൊഴലിന്റെ ഒക്കെ അവസ്ഥ ഒരു 10-70 വയസ്സായ ആൾക്കാരുടെ രക്തക്കൊഴലിന്റെ അവസ്ഥയാണ്. ചെറുപ്പക്കാരുടെ കാരണം വെച്ചാൽ ഈ ഷുഗർ കാരണം രക്തക്കൊഴല് പെട്ടെന്ന് തന്നെ അതിന്റെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ സമയം ഞാൻ കൂടെ ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ രക്തക്കൊഴലിന്റെ അവസ്ഥ കണ്ടാൽ ഒരു 70-80 വയസ്സിൽ 40 വയസ്സുള്ള അദ്ദേഹം വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഗ്യാസ് കുടിക്കുന്ന വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ ഡിഫ്യൂസ് ബ്ലോക്കുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ചെക്കപ്പ് ചെയ്ത് ഒരു പ്രശ്നങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും പ്രമേഹ രോഗികൾക്ക് നമ്മൾ ബ്ലോക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള കാര്യങ്ങൾ, അത് ഭക്ഷണരീതി ആവട്ടെ, വ്യായാമമാവട്ടെ, മരുന്നാവട്ടെ, അത് നമ്മൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് കൊടുക്കാം, എടുത്തേ പറ്റൂ. അപ്പൊ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത് വില്ലൻ പ്രമേഹമാണ്. ശരി, നമുക്ക് തിരിച്ചു വരാം. നാഗേഷ് പ്രഭു, ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ നിഗൂഢതകളാണ്. അതിന്റെ പ്രതികരണങ്ങളെ കുറിച്ച് ഒരിക്കലും ഇനി എത്ര വലിയ വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ പോലും മനുഷ്യ ശരീരം എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. അത്ര നിഗൂഢമാണ് മനുഷ്യന്റെ ആ ഒരു സൃഷ്ടിപ്പ്. ഒരിക്കലും പിടിയിട്ടില്ല. ഇത് ആരാണ് ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പിടിയില്ല. ഒരു ഫിസിഷ്യന്റെ ഇടയ്ക്കാണ് സ്വാഭാവികമായും ഒരു ജനറൽ മെഡിസിൻ്റെ അടിക്കുകയാണ് ഒരു സ്വാഭാവിക ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രാഥമിക പ്രശ്നങ്ങളുമായി എത്തുക. ഒരാൾ നേരിട്ട് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ ഒരാൾ നേരിട്ട് ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകില്ല. താങ്കളുടെ അടുത്ത് വരുന്ന ആളുകളുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് താങ്കളുടെ നിരീക്ഷണം എന്താണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും എല്ലാവരും ഈ ആരോഗ്യ ഇതൊക്കെ വായിച്ചുകൊണ്ട് ഈ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയാം ഇത് എന്തൊക്കെ ചെയ്യണം. ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും. പക്ഷെ അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ മരണനിരക്ക് ഇങ്ങനെ കൂടില്ല. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരും എല്ലാം അറിയുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് കരുതിയിരുന്നത് ഇതുവരെ. പക്ഷേ പലരും അത് ആഴത്തിൽ അങ്ങനെ പഠിക്കുന്നില്ല, കണ്ടങ്ങ് പോക്കാണ്. സ്വന്തം കാര്യം വരുമ്പോൾ താൻ മരിക്കില്ല, തനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം പൊതുവേ മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് അപ്പുറത്തൊരു മരണം നടന്നാൽ വളരെ കൂളായിട്ട് ഞാൻ എന്തായാലും മരിക്കില്ല, എനിക്ക് എന്തായാലും ഹൃദയാഘാതം വരില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു ചിന്ത ശരാശരി മനുഷ്യന്റെ മനസ്സിലുണ്ട്. ഇല്ല, അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വൈകുന്നത്. നമ്മൾക്കൊരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്തേക്ക് എത്താൻ നമ്മൾ വൈകുന്നത് അതുകൊണ്ടാണ്. താങ്കളുടെ അടുത്ത് വരുന്നതിന് ലാഗ് ചെയ്ത് വരുന്ന ഒത്തിരി ചെറുപ്പക്കാരെ അല്ലെങ്കിൽ രോഗികളെ താങ്കൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ മനോനില നമ്മൾ വിലയിരുത്തുന്നത്? അതായത് ഒരു 30-35 വയസ്സുള്ള ആൾക്കാരാണ് ഇപ്പൊ കുറെ പേർക്ക് ഈ ഒരു ഹാർട്ടിന്റെ പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരുന്നവർക്കാണ്. ഞാൻ തന്നെ കുറെ പേർക്ക് തന്നെ 35 വയസ്സുള്ളവർക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇതുവരെ അവർക്കൊന്നും മുന്നേ ഉണ്ടായിട്ടില്ല അങ്ങനെ ആൾക്കാർ. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എക്കോട് നോക്കുമ്പോൾ മിക്കവാറും ഈ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഹാർട്ട് ഡാമേജ് ഓൾറെഡി വന്നു. ആളുകൾ അങ്ങനെ താങ്കളുടെ അടുത്ത് ജനറൽ ഒപിയിൽ വരുന്ന മനുഷ്യർക്ക് അങ്ങനെ ഔട്ട് ഓഫ് ഇപ്പോൾ 100 പേര് കാണുന്നതാണെങ്കിൽ ഒരു 5% ആൾക്കാർ ഈ കാറ്റഗറിയിൽ വരും. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്റാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഫാസ്റ്റ് ഫുഡ് ഡയറ്റും നമ്മളിപ്പോഴത്തെ ഈ ടിൻ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട്, ഡ്രിങ്ക്സ് മറ്റേ ഇത് മോഡേൺ ഡ്രിങ്ക്സ് കുടിക്കുന്നതുകൊണ്ടാണ് ഈ മിക്ക പ്രശ്നങ്ങളും ഇപ്പോഴേ വരുന്നത്. ചെറുപ്പക്കാരിലേക്ക് പോകാനുള്ള കാരണം അത് തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ശ്രീത്ത് പറഞ്ഞ പോലെ നമ്മളെ ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള പ്രധാനമായിട്ടുള്ള. അപ്പൊ ഈ ഡയബറ്റീസിന്റെ തുടക്കം പണ്ട് കാലത്ത് ഒരു 35 വയസ്സ് 40 വയസ്സിലായിരുന്നു തുടക്കം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ അത് 25-ലേക്കായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. പണ്ട് ഈ 25 വയസ്സാകുമ്പോഴേക്കും ഒരുവിധ ആൾക്കാർ HbA1c ലെവൽ ഒരു 7.5 എത്താറുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ 140 കാണുള്ളൂ. പക്ഷേ HbA1c നോക്കിക്കഴിഞ്ഞാൽ 7.5, 7.8 കുറേ പേർ കാണാറുണ്ട്. അത് നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ രീതി മാറിയത് കൊണ്ടാണ്. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് ഇന്ന് നമ്മൾ കഴിക്കുന്നത് ബർഗറും കോൺഫ്ലേക്സും മറ്റിങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, സായിപ്പിന്റെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പൊ ഈ ഭക്ഷണ രീതി കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും വരുന്നില്ലേ? സായിപ്പ് അതനുസരിച്ചിട്ട് എക്സസൈസ് ചെയ്യും, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. സായിപ്പിന്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അവരെ ഭയങ്കര ഹെൽത്തി ആയിട്ട് എപ്പോഴും കാണുന്നത്. സൈക്കിൾ ഓടിച്ചു പോകുന്ന സായിപ്പിനെ നമ്മൾ കാണാം കിലോമീറ്ററുകളോളം. അവൻ അതിനനുസരിച്ചിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യും. നമ്മൾ ആ വർക്കൗട്ട് എന്ന ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് വായോണ്ട് മാത്രമേ ഉള്ളൂ, പ്രവർത്തനം കൊണ്ട് കാണുന്നില്ല. അപ്പൊ അത് വർത്തമാനം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ രീതിയിലുള്ള കൃത്യമായ വ്യായാമ മുറകൾ മനുഷ്യന് ഇല്ലാതായിക്കൊണ്ടിരിക്കും.
എല്ലാവർക്കും ഉള്ളിൽ എന്ന് വെച്ചാൽ ബോഡി ഷേപ്പിംഗ് മാത്രമാണ്. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജിമ്മ് ബോഡി ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലാതെ സുന്ദരനാകാൻ നോക്കുക, നല്ല മസിൽമാനായി മാറുക, അതാണ് ലക്ഷ്യമിടുന്നത്. അത് യഥാർത്ഥത്തിലുള്ള ഒരു വ്യായാമമായി മാറുന്നില്ല എന്നാണ് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അബ്ദുൽ ഹാരിസ്, നമ്മളൊരു വിഷയം എന്താ വെച്ചാൽ ഈ രാത്രി കാലങ്ങളിലാണ് പൊതുവെ ഈ ഒ പികൾ ഉണ്ടാവുള്ളൂ. ഡോക്ടറെ വീട്ടിൽ പോയി കാണുക, അല്ലെങ്കിൽ ആശുപത്രി ഒ പി പോയി കാണുക, ഇങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവെ കലശലായ ഒരു വയറുവേദന, കൈവേദന, കാലുവേദനയൊക്കെ വന്നാൽ ആളുകൾ എത്തുക ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പണ്ടത് കൈകാര്യം ചെയ്യുന്ന ഒരു MBBS ഡോക്ടറായിരുന്നു, RMO എന്ന പോലെ. ഇത് കാലം മാറി, കാലത്തിനനുസരിച്ച് നമ്മളും മാറി. ED എമർജൻസി എന്നൊരു സംവിധാനം വന്നു കഴിഞ്ഞു. അങ്ങനെ വരുന്ന രോഗികളുടെ എണ്ണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്? സ്വാഭാവികമായിട്ടും നെഞ്ചുവേദന ലക്ഷണമായിട്ടാണ് രാത്രി രോഗി. പക്ഷേ നെഞ്ചുവേദന എന്ന് പറയുന്നത് നെഞ്ചിനുണ്ടാകുന്ന വേദന മാത്രമായിട്ടാണ് വരുന്നത്. എന്താ അവരുടെ ഒരു നെഞ്ചുവേദന പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കൺസേൺ പേഷ്യന്റിനെ ട്രയാജ് ചെയ്യുമെന്ന് പറയും, വേർതിരിച്ചെടുക്കുക. ഏത് നെഞ്ചുവേദന വന്ന പേഷ്യന്റ് ആയാലും നമ്മൾ ആദ്യം അയാളെ റെഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അയാളെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ECG എടുത്ത് അയാൾക്ക് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ല, ECGയിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം മാത്രമേ അവരെ നമ്മൾ ഡൗൺ ട്രയാജ് ചെയ്യുക. അതായത് റെഡ് മാറ്റി നമ്മൾ യെല്ലോയിലേക്ക് മാറ്റും. നമ്മുടെ ആദ്യത്തെ കൺസേൺ ഹൃദയാഘാതം അവർക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക. പേഷ്യന്റ് വന്നാൽ എന്ത് തരത്തിലുള്ള വേദന വന്നാലും നമ്മൾ റൂൾ ഔട്ട് ചെയ്തായിരിക്കും. നെഞ്ചിന് തന്നെ വേദന വരുന്നുണ്ടോ? അതിന് കൈക്ക് വരാൻ, കാലിന് വേണം, താടിയെല്ലിന് താഴോട്ട് മൂക്കിൽ കൂടി വരെ ഭാഗത്തുള്ള ഏത് തലവേദന നെഞ്ചുവേദനയിൽ വരില്ല. തലവേദന വരാനുള്ള ചാൻസ്, പക്ഷെ പല്ലുവേദനയൊക്കെ നെഞ്ചുവേദന ഹൃദയാഘാതത്തിന്റെ വേദന ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. പല്ലുവേദനയും വരും. താടി ജോ മുതൽ അംബിലിക്കസ് വരെ എന്നാണ് പറയാ. അപ്പോൾ അതുവരെയുള്ള വേദനകൾ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെ റെഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ECG എടുത്ത് ഹൃദയാഘാതത്തിന്റെ കാര്യങ്ങളൊന്നും ECG ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഹൃദയാഘാതത്തിന്റെ ലക്ഷണം കാണാൻ, അറ്റ്ലീസ്റ്റ് ECG എടുത്ത് നമ്മൾ ഒറ്റ ECG കൊണ്ട് നമുക്ക് ഒരിക്കലും ഹൃദയാഘാതം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട്, രോഗിയുടെ ലക്ഷണങ്ങൾ മാറുന്നുണ്ടോ, ഹൃദയാഘാതത്തിന്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വേദന ഉണ്ടായത്, ആ വേദന മാറ്റമുണ്ടോ, സീരിയൽ ECGs നമുക്ക് ആവശ്യപ്പെട്ടേക്കാം, എക്കോ കാർഡിയോഗ്രാഫി ഉപയോഗപ്പെടുത്താം. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഇല്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. യെസ്, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, ഇങ്ങനെ കുറേ കാരണങ്ങൾ പറയുമല്ലോ. സത്യത്തിൽ രാത്രിയിൽ വരുന്ന ഈ വേദനകളൊക്കെ പലപ്പോഴും ആളുകൾ ആലോചിക്കും ഒന്ന് നേരം വെളുത്തോട്ടെ, നമുക്ക് തൽക്കാലം ഒരു കട്ടൻ കാപ്പി കഴിച്ച്, അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി കഴിച്ച്, അല്ലെങ്കിൽ അസിഡിറ്റിക്കുള്ള ഒരു ജലൂസിൻ കഴിച്ച് രാവിലെ ഡോക്ടറെ കാണാം എന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങിയ പല മനുഷ്യരും പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടില്ല എന്ന് നമുക്ക് ചുറ്റും നമുക്കറിയാം. നമ്മളത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി കഥകൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അറിയണം. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഹാർട്ട് അറ്റാക്കും തലവേദനയും പല്ലുവേദനയൊക്കെ ഇതിലേക്ക് എങ്ങനെ കടന്നു വരും? കൈകാൽ വേദനകളൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറുന്നുണ്ടോ? നെഞ്ചിൽ മാത്രം വേദന വന്നാലാണോ ഹൃദയാഘാതം വരിക? ചോദിക്കട്ടെ, നമുക്ക് തിരിച്ചു വരാം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നമുക്ക് ഈ ഡോക്ടേഴ്സിനോട് ഹൃദയസ്തംഭനവും ഈ ഹൃദയാഘാതവും ഇത് ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒന്നാണോ? ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊരു കാര്യം നമുക്കൊന്ന് അന്വേഷിക്കാം. ശ്രീജിത്ത്, എന്താ ഈ ഹൃദയസ്തംഭനം ഹൃദയാഘാതം ഒന്നാണോ രണ്ടാണോ? രണ്ടും വ്യത്യാസമുണ്ട്. ഏതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്. അത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് കുറഞ്ഞിട്ട് ഹാർട്ടിന്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം നിന്നിട്ട് ഹാർട്ടിന്റെ മസിൽ വീക്ക് ആവുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റ്, അതായത് ഹാർട്ട് നിന്നു പോവാണ്. അത് പലപ്പോഴും ഹാർട്ട് നിന്ന് പോകുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. ഹാർട്ട് അറ്റാക്ക് വരാതെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഓടുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോ കുഴഞ്ഞു വീണ്, അന്ന് കഴിഞ്ഞ നമ്മുടെ കുളത്തിലൊരു കുട്ടി കുഴഞ്ഞില്ലേ, അപ്പോൾ അത് ഹൃദയാഘാതമായിരിക്കാം. പക്ഷെ അത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കില്ല. കാരണം അവർക്ക് അങ്ങനെ ബ്ലോക്ക് വരേണ്ട ഒരു പ്രായമില്ല. അവർക്ക് ജന്മനാനുള്ള ഈ മിടിപ്പിലെ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും, HCO അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അസുഖങ്ങളുണ്ട്. ഇത് ഹൃദയസ്തംഭനം ഉണ്ടാക്കാം, പക്ഷെ അത് ഹൃദയാഘാതമല്ല. പക്ഷെ വലിയവർക്ക് വരുന്ന പ്രായമാൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ വരുന്ന ഈ പറഞ്ഞ അതൊക്കെ വരുന്ന പല ഹൃദയസ്തംഭനങ്ങളും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഹൃദയസ്തംഭനത്തിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ ഹാർട്ട് അറ്റാക്കും ഹൃദയസ്തംഭനത്തിലേക്ക് പോവില്ല. ഒരു 1/3 ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭനത്തിലേക്ക് പോകുന്നതാണ് പഠനങ്ങൾ കാണുന്നത്. അതായത് ഒരു 100 ആൾക്ക് അറ്റാക്ക് വന്നാൽ ഒരു 30 ആൾക്കാർക്ക് ഹൃദയസ്തംഭനം വരും. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിലൊക്കെ ഡീഫിബ്രിലേറ്റർ എടുക്കുന്നത്. പല ഹൃദയസ്തംഭനങ്ങളും നമ്മൾ സ്ട്രോക്ക് അടുപ്പിച്ചാലോ അല്ലെങ്കിൽ CPR കൊടുത്താലോ ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രീതികളൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഭാവിയിൽ നമുക്ക് അതൊക്കെ വരുത്തേണ്ടതാണ്. കാരണം എസ്പെഷ്യലി
വിദേശ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരുടെ അറ്റാക്ക് നമ്മുടെ നാട്ടിൽ, സ്പെഷ്യലി കേരളത്തിലും മഹാരാഷ്ട്ര, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കൂടി വരികയാണ്. ഞാൻ നേരത്തെ പോലെ ഷുഗർ മാത്രമല്ല അതിനൊരു കാരണം. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള യങ് ഹാർട്ട് അറ്റാക്കിനെ നോക്കിയത് പിന്നെ ഔട്ട്സൈഡ് ഫുഡ്, നായക് സാറ് പറഞ്ഞ പോലെ ഔട്ട്സൈഡ് ഫുഡ് മറ്റൊരു റീസൺ. അപ്പോൾ ഏതാണ്ട് 10ഓളം ചെറുപ്പക്കാർ ഡോക്ടർമാർ നമ്മൾ ഇവിടെ നാഷണൽ ക്ലാസ് ചെയ്തു. അതിൽ 3 ആൾക്കാർക്ക് വേറെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. അവർക്ക് ഒരേ ഒരു പ്രശ്നം ഞാൻ കണ്ടത് വെച്ചാൽ അത് രാവിലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, നാട് വയനാട്ടിലെ ആളാണ്, ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ പിന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നത് ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിലുള്ള ഹോട്ടലിനെ കുറ്റം പറയില്ല, പക്ഷെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ട്രാൻസ് ഫാറ്റി ആസിഡ്സും ഫ്രൈകളൊക്കെ നമ്മൾ വരുമ്പോൾ അത് നിരന്തരമായിട്ട് ഹാർട്ടിനെ ഇങ്ങനെ ഡാമേജ് ആക്കുമ്പോൾ ഒരു സ്റ്റേജിൽ അത് അറ്റാക്കായിട്ട് മാറുകയാണ്. അപ്പോൾ ആ പുറത്തുള്ള ഭക്ഷണമാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ അറ്റാക്ക് കൂടി വരാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് ഈ പുറത്തുള്ള ഭക്ഷണം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കുടുംബക്കാരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു, അവൻ്റെ 3 ബ്രദേഴ്സിന് അറ്റാക്ക് വന്നു. അപ്പോൾ 4ാമത്തെ ആളാണ്. അപ്പോൾ ഇവൻ 3ാമത്തെ ബ്രദറിന്റെ അറ്റാക്കിന് വേണ്ടിയാണ് കൂടെ വന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ചെക്കപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെക്കപ്പ് പക്ഷേ അപ്പോൾ അവന് പറഞ്ഞു, ഞാൻ അവനോട് മരുന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കെന്തിനാ മരുന്ന്. പക്ഷേ ഈ 3 ആൾക്കാർക്ക് വന്ന 4ാമത്തെ ആൾക്ക് വരാം അറ്റാക്ക് വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതെങ്ങനെയാണ്? ജനറ്റിക് ആണ്. ഇവർക്ക് 3 പേർക്കും കൊളസ്ട്രോൾ ഉണ്ട്, ഇവരും കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷേ ഈ ചീത്ത കൊളസ്ട്രോൾ ആണ് ബ്ലോക്ക്. കാരണം ഈ കൊളസ്ട്രോൾ അതിനൊരു ലക്ഷണം ഉണ്ടാക്കുന്നില്ല, അവരുടെ എക്കോ ടിഎംപി ഒക്കെ നോർമലാണ്. പക്ഷേ ഈ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാൻ അവർ മാനസികമായി തയ്യാറുണ്ട്. കാരണം അതിൽ നമ്മുടെ ഒരു അനുഭവം പഠനങ്ങളൊക്കെ വെച്ചിട്ട് ഈ 3 ആൾക്ക് വന്ന് 4ാമത്തെ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 100% ആണ്. അത് ചിലപ്പോൾ പിറ്റേ വേണമെങ്കിൽ ചിലപ്പോൾ വരുന്നതിൽ 10-20 വർഷം വൈകാൻ പഠിക്കും. പക്ഷെ അത്തരം രോഗികൾ നിർബന്ധമായും ഈ ബാഡ് കൊളസ്ട്രോൾ നമുക്കറിയാലോ, LDL ആണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. LDL കുറയ്ക്കാനുള്ള മരുന്നുകൾ, അത് ഈ LDL കൊടുക്കാൻ ഈ നിങ്ങൾ കൊടുക്കുന്ന ഈ കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ്സുകൾ ലിവറിനെയും കിഡ്നിയൊക്കെ അടിച്ചു കളയുന്ന ഒരു ധാരണ പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയം മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. നാച്ചുറലായിട്ട് ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില മനുഷ്യർ നടത്തുന്നു. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഒരു മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതേപോലെ ആസ്പിരിൻ, നമുക്കറിയില്ല പണ്ട് നമ്മൾ ആസ്പിരിൻ കുറിച്ച് അറ്റാക്ക് വന്ന രോഗികൾക്ക് ആസ്പിരിൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അറ്റാക്ക് വരാതിരിക്കാൻ ആസ്പിരിന് ഗുണമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തി. പക്ഷേ ആ പഠനത്തിൽ വേറെ പ്രത്യക്ഷത്തിൻ്റെ ബ്ലോക്കൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വെറുതെ ഒരു ആസ്പിരിൻ കൊടുത്തതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ബ്ലോക്കൊന്നുമില്ലെങ്കിൽ വെറുതെ ഒരു ആസ്പിരിൻ നമ്മൾ കൊടുക്കാത്തത്. പക്ഷേ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക പല പഠനങ്ങളിലും പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വളരെ മിനിമലാണെന്നും അതുണ്ടാക്കുന്ന ഗുണം എത്രയോ മെച്ചാണെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഒരു മരുന്നായിട്ട് അത് കൊടുക്കുക. ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഈ ഫാറ്റി ലിവറിന് പോലും ഈ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് വളരെ യൂസ്ഫുൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫാറ്റി ലിവറിനും കൂടി ഗുണം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ ആ ഫാറ്റ് ലിവർ നമ്മളിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ലിവർ SCPD കൂടുതലാണെങ്കിൽ കൊളസ്ട്രോളിലേക്ക് കൊടുക്കുന്നതിന് മടിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഉണ്ടെങ്കിൽ പോലും അത് കൊടുക്കണമെന്നാണ് പുതിയ പഠനങ്ങൾ. ഈ സൈഡ് എഫക്റ്റിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ് മെഡിസിന്റെ ഒരു പ്രത്യേകത. നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ നാഗേഷ്, ഈ മനുഷ്യര് കൂടുതലായിട്ട് ഇപ്പൊ ഫിസിഷ്യന്റെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ഷീണം, തലചുറ്റൽ, പനി, കാലുവേദന, കൈവേദന, അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ പലതുമായിട്ടാണ് പൊതുവെ ഫിസിഷ്യൻ്റെ അടുക്ക് എത്തുക. അവനിപ്പം ഹൃദയവേദനയാണെന്ന് അവന് തോന്നിയാൽ അവൻ നേരെ കാർഡിയോളജിൻ്റെ അടുക്ക് പോകും. പക്ഷേ ജനറലായിട്ട് വരുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് മനുഷ്യന്. അതിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള ലക്ഷണങ്ങൾ? അതായത് ഈ പുറംവേദന നമ്മൾ വളരെ പരിഗണിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. ഈ പുറംവേദനയായിട്ട് വരുന്നവർ കുറേ ഒരു 30-40% ആൾക്കാർക്കും ഈ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പം അവര് ചിലപ്പോൾ പറയാൻ ചിലർക്ക് ഈ ഇവിടെ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ ICU കിടക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് അവർ പറയുന്ന സ്ഥലം പുറത്താന്ന് പറയും. അപ്പൊ അന്നേരം നമ്മൾ ECG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ECG ചേഞ്ചസ് കാണാറുണ്ട്. അത് മാത്രമല്ല എൻസൈം സ്റ്റഡി നടത്തി കഴിഞ്ഞാലും അങ്ങനെയുള്ളവർക്ക് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഈ വയറുവേദന ഒരു പ്രശ്നം ചെയ്യുന്നത്. ഈ വയറുവേദന എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ നമ്മൾ നോക്കുക ഈ ഗ്യാസ് പിന്നെ കല്ല് ഇങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷേ ഈ അപ്പർ അബ്ഡമൻ, ഈ വയറിന്റെ മുകൾ വശത്ത് വരുന്ന വേദന എപ്പോഴും ഹാർട്ട് അറ്റാക്കിന്റെയും ലക്ഷണമായിട്ടാണ് ഫിസിഷ്യൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം.
പിന്നെ അപ്പൊ അത് ECG എടുത്ത് നോക്കിയാൽ അതിലും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും കണ്ടുപിടിച്ചിട്ട് ഈ ആൻജിയോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പല്ലുവേദന തലവേദനയുടെ ഒരു ലക്ഷണമായി മാറുന്നു എന്നൊക്കെ പറയുന്നു. പല്ലുവേദന തലവേദന പല്ലുവേദന പറഞ്ഞാൽ പല്ലിന്റെ അടിയിൽ നിന്ന് ജോ നമ്മളെ ഈ താഴെയുള്ള താടിയല്ല, ഈ താടിയിൽ ഒരു കടച്ചൽ പോലെ വരുന്നതാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണം വളരെയധികം കോമണായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പല്ലുവേദന വന്നു, വയറുവേദന വരുന്നു, പുറം വേദന വരുന്നു, കൈകാൽ വേദനകൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? കൈകാൽ വേദനകൾ ഈ കാലിലൂടെയൊക്കെ പോകുന്ന ചില ഞരമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ബ്ലോക്ക് വന്നാലും ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുണ്ട്. അത് ലിങ്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോ ഡയബറ്റിക് ഈ പ്രമേഹ രോഗികൾക്ക് ഈ തരത്തിലുള്ള വേദനകളൊക്കെ കയ്യിലും കാലിലും ഉണ്ടാകും. അപ്പം അവർക്ക് എപ്പോഴും ഈ ഹൃദയാഘാതം വരുമ്പോഴും ഈ നെഞ്ചുവേദന വരണമെന്നില്ല. ആകെ ഒരു വിയർപ്പ് മാത്രമേ അവർക്ക് കാണൂ. വേദന ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 15 വർഷം പ്രമേഹ രോഗിയായ ഒരാൾക്ക് ഹൃദയാഘാതം വരുന്ന സമയത്ത് അദ്ദേഹം ഈ ഫിസിഷ്യനടുത്താണ് വരാം. അദ്ദേഹത്തിന് നെഞ്ചുവേദന ഒരിക്കലും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹം വരുന്ന ഫിസിഷ്യനടുത്ത് വരുന്ന ഒരു ക്ഷീണം, ഇന്ന് രാവിലെ മുതൽ അകാരണമായിട്ട് ഭയങ്കര വേർപ്പ്, ഇത്രയൊക്കെ അദ്ദേഹം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട. അപ്പോൾ അടുത്ത ചോദ്യം പോകാം, എത്ര വർഷമായി പ്രമേഹം തുടങ്ങിയിട്ട്? അത് 15-20 വർഷത്തോളമായി കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഉത്തരവുണ്ടാവുക. അപ്പോൾ ഉടനെ ECG എടുത്ത് നോക്കിയാൽ എൻസൈം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ടുണ്ടാവും. ബ്ലോക്ക് ഉടനെ ഐസിയുലേക്ക് തന്നെ കയറ്റ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ വിയർപ്പ് വരുന്ന പെട്ടെന്നുള്ള ഒരു വിയർപ്പ്, അതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷണം ഈ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുക. വേദന കാണില്ല. പിന്നെ വേദന ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ താടിയിലെ വേദനയോ അല്ലെങ്കിൽ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെ അത്രയൊക്കെ കാണുള്ളൂ. ഈ ശരിക്കും ഈ ജനറൽ OPയിൽ വരുന്ന മനുഷ്യന്മാരിൽ എത്ര % കാർഡിയാക് പ്രോബ്ലത്തിലേക്ക് പോകുന്നുണ്ട്? എത്ര % താങ്കളുടെ നിരീക്ഷണത്തിൽ? അപ്പം ഈ 100 ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതിലൊരു 30-40% ഡയബറ്റിക് ആയിരിക്കും. അപ്പൊ ഈ 30-40% ഡയബറ്റിക്സിൽ, അതായത് 40 പേരിൽ എടുക്കുകയാണെങ്കിൽ ഈ 40 പേരിൽ ഒരു 5-6 പേര് എന്ത് തന്നെയാണെങ്കിലും ഫ്രഷ്ലി, അതായത് ഈ 40 പേരിൽ ഒരു 30 ആൾക്ക് ഹാർട്ട് അസുഖം ഉണ്ടാവും. പക്ഷെ പുതുതായിട്ട് കാണപ്പെടുന്നത് 5%. അങ്ങനെയായിരിക്കും അല്ലേ? നമുക്ക് തിരിച്ചു വരാം. വീഡിയോയിൽ ഡോക്ടർ അബ്ദുൽ ഹാരിസ്, ഈ രാത്രികാലങ്ങളിൽ OP അവൈലബിൾ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ മനുഷ്യർ ഈ പറയുന്ന പോലെ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വേദനകൾ, പുറംവേദന, കൈവേദന, ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് സമീപിക്കുന്നത് എത്ര ശതമാനം ആളുകൾ വരുന്നുണ്ട്? എല്ലാവരും ഇപ്പോൾ ഒത്തിരി ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലത്തേക്ക് പുറംവേദനയല്ലേ, ഒന്ന് ഉറങ്ങാം, ഒരു കാപ്പി കുടിച്ച്, ഇതൊരു ആൾ പറയും ചുക്ക് കാപ്പി കുടിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരുണ്ട്. എപ്പോഴും വേദന വന്നാൽ ഒരു ചുക്ക് കാപ്പി കുടിക്കാം, ആ വിഷയം അങ്ങ് തീരും, നമുക്ക് രാവിലെ ഡോക്ടറെ കാണാം എന്ന് തീരുമാനിച്ച് ഈ ലോകത്തുനിന്ന് പോയ മനുഷ്യരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ പറഞ്ഞല്ലോ, കുറേ അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. ഈ രാത്രിയിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എത്തുക EDയിലേക്കാണ് വരേണ്ടത്. ഒരു OPയിലും ഒരു ഡോക്ടറെയും അവർക്ക് കിട്ടില്ല, നിങ്ങളുടെ അടുത്തേക്കാണ് വരിക. അങ്ങനെ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ? അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വരുമ്പോൾ? തീർച്ചയായും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈയിടെയായിട്ട് യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഹൃദയാഘാതം വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആൾക്കാരിൽ ചെറിയ ഭയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് മാറുന്നില്ല എങ്കിൽ യൂഷ്വലി EDയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിന്റെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടിയിട്ട് തന്നെയുണ്ട് ഈ സിറ്റുവേഷൻ. അത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ റെഡ്, യെല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യും. അവരിലുണ്ടാകുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? അവർക്കാകെ ബേജാറാവില്ലേ? ഒരു ചെറിയ വേദനയായിട്ട് വന്നു, അതാ പിടിച്ച് കിടത്തി, ഉടൻ ECG എടുക്കുന്നു, എക്കോ എടുക്കുന്നു, പിന്നെ പറയുന്നു ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? സാധാരണ ഇതിൽ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ല എന്ന് വരാം. അല്ല, ഈ ഇതിലൊരു പ്രശ്നം, ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നു, ഹൃദയാഘാതത്തിന് ഈ വേദനകളെല്ലാം ഘടകമാണെന്ന് പറയുന്നു. അപ്പോഴും ചെസ്റ്റ് പെയിൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ വേദന വന്നാൽ മാത്രമേ ഹൃദയാഘാതം വരൂ എന്നൊരു തോന്നൽ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് രോഗിക്ക് ആ ഒരു സംശയം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ചിന്തിച്ചോളുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ കൈകാലിന് വേദന വരുമ്പോൾ അത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണെന്ന്, ഹൃദയം ഇങ്ങനെ ഒരു സൈഡിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ വേദന വന്നാലാണ് ഹൃദയവേദന, അല്ലെങ്കിൽ നടുക്ക് നല്ലോണം വരണം. അതിനപ്പുറത്തേക്കുള്ള വേദനകളെ കുറിച്ച് സാധാരണ കാലിന് വേദന വന്നാൽ ഹൃദയം നിലച്ചു പോകുമെന്നൊരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല. നമ്മൾ ശരാശരി മനുഷ്യരെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. നമ്മളിപ്പം നല്ല ബോധമുള്ള, നല്ല മെഡിക്കൽ അവയർനെസ് ഉള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇതെല്ലാം നിരീക്ഷിക്കും. അവന് എങ്ങനെ കുറേ കാലം ജീവിക്കാന്നുള്ള റിസർച്ച് അവൻ സേഫ് ആയതുകൊണ്ട് അവൻ എടുത്തുകൊണ്ടേയിരിക്കും, അല്ലേ? ശരിയല്ലേ? അല്ലാത്ത സാധാരണക്കാർ, ഈ മരിക്കുന്ന കാലഘട്ടത്തിൽപ്പെടുന്നവരാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും എന്താണ് ഈ സിറ്റുവേഷൻ, ഇത് എന്തുകൊണ്ടൊക്കെ ആവാം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അവരുടെ ECG
എടുത്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കും, എന്നിട്ട് അവരെ ഡൗൺ ട്രാക്ക് ചെയ്യുക മനസ്സിലാകുന്നുണ്ടോ മനുഷ്യർക്ക്? മനസ്സിലാവുന്നു. ശ്രീ ഡോക്ടർ, എൻ്റെ ചോദ്യം ഇതാണ്. രാത്രിയാണ് ഈ പണി കൂടുതൽ നടക്കുന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഉറങ്ങാൻ പോയ ആൾ എഴുന്നേൽക്കുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? പിന്നെ ഹൃദയാഘാതം പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ രാത്രി സമയത്ത് അങ്ങനെ ഒരുപാട് കൂടുതലായിട്ടൊന്നും പഠനം കാണിക്കില്ല. എന്നിരുന്നാലും ഇപ്പോൾ രാത്രി മധ്യാഹ്ന സമയത്ത് പിന്നെ ഷുഗർ കുറഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ എടുപ്പ് കൂടുമ്പോഴൊക്കെ അറ്റാക്ക് വരാനുള്ള സാധ്യത അല്പം കൂടുതലുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചാൽ ജിമ്മിലുള്ള അറ്റാക്കുകൾ ഇപ്പോൾ അന്ന് സിനിമാ നടൻ മരിച്ചതിന് ശേഷം ജിമ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അറ്റാക്ക് വരുമെന്നുള്ള എല്ലാവരും പേടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ കാർഡിയോളജി എല്ലാ കോൺഫറൻസിലും ഇത് ടോപ്പിക്കാണ്. ജിമ്മ് ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് വരാൻ സാധ്യത. എല്ലാ മുക്കിലും മൂലയിലും ജിമ്മാണ്. എല്ലായിടത്തും പ്രോട്ടീൻ പൗഡറുകൾ, ഭയങ്കര ട്രെയിനേഴ്സ്, ഭയങ്കര പരസ്യം. അപ്പോൾ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് തടി വെച്ചേക്കാം, അല്ലെങ്കിൽ തടി ഉഷാറായി സുന്ദരനായിക്കളാന്ന് കരുതുന്നുണ്ട്. അത് എങ്ങനെയാ അപ്പോൾ അതിനെല്ലാം? അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ജിമ്മിൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി നമ്മളെ ഇത് എക്സസൈസിൻ്റെ നമ്മളൊരു കപ്പാസിറ്റിൻ്റെ ഒരു മീഡിയം ലെവൽ വരെ അതിൻ്റെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. ഒരു മൈൽഡ് മോഡറേറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ. ഈ മൈൽഡ് മോഡറേറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് വെച്ചിട്ടാണ് അത് നമ്മൾ കറക്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ല, അങ്ങനെ ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും ഈ ജിമ്മിലൊന്നും ഇല്ലല്ലോ. ജിമ്മിലില്ല. എന്നിരുന്നാൽ പോലും നമ്മളൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒറ്റയടിക്ക് തെങ്ങുമ്പോൾ കയറാതെ മെല്ലെ ആദ്യം ട്രെഡ്മില്ലിൽ ആദ്യം വാക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ വാക്ക് ചെയ്തിട്ട് ഒരു 1 week 2 weeks കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പാസിറ്റി കൂടുതലനുസരിച്ച് സ്പീഡ് കൂട്ടുക. പിന്നെ എക്സസൈസ് ഒക്കെ ആദ്യം തന്നെ വളരെ വലിയ വെയിറ്റൊന്നും എടുത്ത് പൊട്ടിക്കാതെ ചെറിയ വെയിറ്റുകളെല്ലാം എടുത്തിട്ട് നമ്മൾ ആദ്യം കപ്പാസിറ്റി മെല്ലെ ഗ്രാജുവൽ ബിൽഡിംഗ് ആണ് എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അണ്ടർലൈൻ പലരും ഇപ്പോൾ എല്ലാ ചെക്കപ്പൊന്നും ചെയ്തിട്ടല്ല ഈ എക്സസൈസിന് പോകുന്നത്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. അപ്പോൾ പലർക്കും ചിലപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു എക്സസൈസിലേക്ക് പോകുന്നത് എക്സസൈസിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഹാർട്ടിലെ സ്ട്രെസ് ഹൃദയാഘാതത്തിലേക്ക് നീക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പൊതുവേ എക്സസൈസ് ചെയ്യണം എന്നാണ്. എക്സസൈസ് ചെയ്യുന്നത് ഒരിക്കലും ഗുണമാണ് അതിനെക്കൊണ്ട് കൂടുതൽ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയകൾ ഒരു എക്സസൈസ് മരണത്തെ അങ്ങനെ വളരെ ഭീകരമായി പറയേണ്ട കാര്യമില്ല. ഒരു ശ്രദ്ധക്കുറവ് വരാത്തുണ്ട്. അതെ, പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എക്സസൈസിനെ പലരും പേടിക്കുകയാണ്. തെറ്റാണ്. പക്ഷേ കാരണം എക്സസൈസ് ഒരുപാട് ആൾക്കാരുടെ ജീവനം രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തലശ്ശേരിയുടെ ഒരു പ്രമുഖ ഫിസിഷ്യനെ നമുക്കറിയാം. സാറിന് പേര് പറയുന്നത് നീന്താനൊക്കെ പോകുന്ന അറിയാം സാറേ. സാറിന്റെ ആയുസ് ഇത്രയും നീട്ടിയ ഒരേ ഒരു മരുന്ന് എന്ന് പറയുന്ന എക്സസൈസ്. നീന്തലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കഥയാണ്. എല്ലാവർക്കും ഇപ്പൊ അറ്റാക്ക് കഴിഞ്ഞാല് പേടി എന്താ വെച്ചാൽ ഇനി ഇപ്പൊ നീന്താൻ പറ്റുമോ, തെങ്ങുമ്മ കയറാൻ പറ്റുമോ? എന്റെ ഒരുപാട് രോഗികൾ ഇപ്പൊ തെങ്ങുമ്മൽ കയറുന്നവരാണ്. ഞാൻ പറഞ്ഞു, തെങ്ങുമ്മൽ നിങ്ങൾ കയറണം. നിങ്ങളെ ബ്ലോക്ക് ഇത്രയും വൈകിയത് തെങ്ങുമ്മ കയറുന്നോണ്ടാണ്. നിങ്ങൾ പുക വലിച്ചുകൊണ്ട് ഷുഗർ ഉള്ളതുകൊണ്ടാണ്. അല്ല, അതിന് ചില ആൾ പറയില്ല എന്തുണ്ടായിട്ട് എന്താ കാര്യം, ഡെയിലി തെങ്ങുമ്മ കയറുന്നവർ ഒരു അറ്റാക്ക് വരുന്നു, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ സാധാരണക്കാർ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. അത് തെങ്ങുമ്മ കയറുന്ന തെങ്ങിന്റെ മുകളിൽ കയറി 2 സിഗരറ്റ് വലിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അവിടെയാണ് പ്രശ്നം. തേങ്ങ മറിച്ചിട്ട് സിഗരറ്റ് തെങ്ങുമ്മ കയറുന്ന ആ പണി മാത്രം എടുത്താൽ മതി, അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കരുത് അല്ലേ? അപ്പൊ അവർക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ കടലിൽ പോകുന്ന അത്രയും അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കടലിൽ പോകുന്ന പലർക്കും അറ്റാക്ക് വരാൻ കാരണം വെച്ചാല് ആ പിടിച്ച മീൻ അവർ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അവിടുന്ന് 2 സിഗരറ്റാണ് വലിക്കുന്നത്. മറിച്ച് അവര് ഇതേപോലെ ഭക്ഷണരീതി ചിട്ടയാണ്. അല്ലെങ്കിൽ അവർക്കൊരു അസുഖങ്ങൾ വരേണ്ടതില്ല. അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഇപ്പോഴും 80 വയസ്സിൽ ഒരു കുഴപ്പമില്ലാതെ ജോലി ചെയ്യുന്ന മമ്മക്ക ഒരു ദുശീലങ്ങളും ഇല്ല. തെങ്ങുമ്മ കയറും, തേങ്ങ പൊളിക്കും. തേങ്ങയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോഴും നല്ല അതെല്ലാം നടക്കും, ഒരു പ്രശ്നമില്ല. ശരി, നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ നാഗേഷ്, ഇതൊരു മത്സര കാലഘട്ടമുള്ളൂ. വിൻ ചെയ്യാനുള്ള പരക്കപ്പാച്ചിലാണ് മനുഷ്യർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ജയിക്കണം. അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ, അപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ ശരീരത്തിൽ അത് പല സ്ഥലത്തും പല കോലത്തിൽ പല ഭാവത്തിൽ കടന്നു വരും. താങ്കളുടെ മുന്നിലേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ലക്ഷണങ്ങളുമായി എത്തുന്ന മനുഷ്യർ ഏതൊക്കെ കാറ്റഗറിയാണ്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഒട്ടനവധി ആൾക്കാർ ഈ മാനസിക സംഘർഷം കൊണ്ട് വരാറുണ്ട്. അത് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള കോമ്പറ്റീഷൻ,
കോമ്പറ്റീഷൻ മൂലം ഇപ്പോൾ നമുക്ക് ഒരു എത്തുന്ന ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവനത് എത്തണമെങ്കിൽ അവൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് 10 മണിക്കൂറായി കൂടും. അപ്പൊ അങ്ങനെ അവന്റെ ബോഡി 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ ഫിറ്റ് അല്ല എങ്കിൽ ഇവന് 10 മണിക്കൂർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഉറപ്പ് കഴിഞ്ഞുകൊണ്ടുള്ള പണി. ഇപ്പം ശരിക്കും ശരാശരി ഒരു മനുഷ്യന് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ഒരു ദിവസം അനിവാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ ഉറങ്ങുന്നത് രാത്രി മൊബൈൽ ഫോണും ഇപ്പം ജോലി ചെയ്തിട്ടല്ല, മൊബൈൽ ഫോണും ഇതൊക്കെ കണ്ടുകൊണ്ട് രാത്രി 2 മണിക്ക് ഉറങ്ങിയിട്ടാണ് ഉറങ്ങാനാണ് പോക്ക്. അപ്പോൾ ആ ഒരു സമ്പ്രദായം വളരെ മോശമാണ്. രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ അധികമാണ്, വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം ഈ മനുഷ്യൻ ഈ പറയുന്നുണ്ടല്ലോ, ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന മനുഷ്യർ അവരുടെ രോഗലക്ഷണങ്ങൾ എന്താണ് ഷെയർ ചെയ്യാറ്? അപ്പൊ നിങ്ങൾക്കത് കാണുമ്പോൾ ഇവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവന്റെ യഥാർത്ഥ പ്രശ്നം ഇവന്റെ മാനസിക സമ്മർദ്ദമാണ്. ആ പറയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇവൻ ഈ പറഞ്ഞ ഈ കൂടുതലായിട്ട് ഉറക്കൊഴിഞ്ഞ് ജോലി എടുക്കുന്നുണ്ട്, മാനസിക സംഘർഷമുണ്ട്, അവനെ അറിയാം. അപ്പൊ അവന്റെ ലക്ഷണങ്ങളായിട്ട് വരാൻ സാധാരണഗതിയിൽ എന്ന തലവേദനയും നെഞ്ചുവേദനയാണ്. തലകറക്കം, തലവേദന, നെഞ്ചുവേദന, ഈ 3 ക്ഷീണം, പിന്നെ ക്ഷീണം, ഈ 4 കാറ്റഗറിയിലാണ് ഇവരെല്ലാവരും ഉണ്ടാവുക. അപ്പം നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് ഇത്രയാണ് ശമ്പളം കിട്ടുന്നുള്ളൂ, അപ്പം ഇത്രയും കൂടി എനിക്ക് ആ വീട്ടിലെ ചെലവിനെത്തുന്നില്ല, അപ്പം എനിക്ക് കുറച്ചും കൂടി കൂട്ടേണ്ടി വരുന്നു, അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പം ജോലി ചെയ്യുമ്പോഴേക്ക് രാത്രി ഉറക്കൊഴിഞ്ഞു പോകുന്നു. അതൊക്കെ പ്രശ്നങ്ങളാണ് പറയാം. ഇപ്പോൾ ഹോട്ടൽ ജോലിയുള്ള ആൾക്കാർ, ഹോട്ടൽ ജോലിയാണെങ്കിൽ എല്ലാ മിക്ക സിറ്റീസിലും കച്ചവടം വരെ എപ്പോഴാ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 3 മണി വരെ നൈറ്റ് ലൈഫാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നിത്യവും 300 ഹോട്ടൽ എന്ന് പറഞ്ഞത് റെസ്റ്റ് ഇല്ല, ഞായറാഴ്ച അവധിയില്ല, എല്ലാ ഹോട്ടലും ഞായറാഴ്ച തുറന്നിരിക്കും. അപ്പൊ 365 ദിവസവും ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിന് വേണ്ടത്ര റെസ്റ്റ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന് റെസ്റ്റ് കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മനുഷ്യരിലേക്ക് വരാം. ജീവിക്കണമെങ്കിൽ ഹൃദയത്തിന് നിങ്ങൾ സ്വസ്ഥത കൊടുക്കണം. തിരിച്ചു വരാം. നമുക്ക് എമർജൻസിയിലെ ഡോക്ടർ ഹാരിസ് തന്നെയല്ലേ? അപ്പോൾ ഡോക്ടർ ഹാരിസ്, ഒരു ചോദ്യം. ഇപ്പം നമ്മുടെ പൊതുവെ ആളുകൾ രാത്രിയിൽ അസ്വസ്ഥതകൾ വന്നാൽ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ശീലം പൊതുവെ മനുഷ്യരിലുണ്ട്. രാത്രിയല്ലേ, ഒന്ന് വാഹനം ഓടിച്ചു പോകണം, രാത്രി ആയതുകൊണ്ട് പോകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യരോട് നിങ്ങൾ രാത്രി ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നവരാണ് ED എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് 24 hours റെഡിയല്ലേ? പകലാണെങ്കിൽ ആ പേഷ്യൻസ് നേരെ OP പോയി ഡോക്ടറെ കാണും. രാത്രിയിൽ ആ ഡോക്ടർമാരില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കും ആര് വന്നാലും രക്ഷിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഒരു ED ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലക്ക് രാത്രി കാലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരോട് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? ബുദ്ധിമുട്ട് എന്തുണ്ടായാലും എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഒരു ED ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് രാത്രി ആയാലും ശരി പകലായാലും ശരി എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്നുള്ള കൺസേൺ ബുക്കിലല്ല നമ്മൾ കാണിക്കേണ്ടത്. ഏറ്റവും പെട്ടെന്ന് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണമോ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് കാണിക്കുകയാണ് ബുദ്ധി. ഉറക്കമാണ്, സമയമില്ല, നേരം വെളുത്തോട്ടെ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ പണി മാറും അല്ലേ? ശരി, നമുക്ക് നാഗേഷിനോട് തന്നെ ചോദിക്കാം. ഈ പറയുന്ന ഇപ്പം നേരം വെളുത്ത് മനുഷ്യൻ ഉറക്കം ഞെട്ടുമ്പോൾ തന്നെ ആദ്യം എടുത്ത് നോക്കുക ഈ സാധനമാണ്, മൊബൈലാണ്. അവൻ്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഒരു മനുഷ്യൻ എന്താണെന്നറിയാൻ അവൻ്റെ മൊബൈൽ ഒരു നല്ല ഒരു വിദഗ്ധൻ്റെ കയ്യിൽ കിട്ടിയാൽ മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ ശാരീരിക ക്ഷമത, അവൻ്റെ മാനസിക ക്ഷമത, അവൻ്റെ ചിന്തകൾ, അവൻ്റെ ബന്ധങ്ങൾ, അവൻ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകരണമായി ഇന്ന് മൊബൈൽ മാറിയിരിക്കുന്നു. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ മൊബൈൽ ക്യാച്ച് ചെയ്യുന്ന ഈ കാലത്ത് ഇതിൻ്റെ ഉപയോഗം ഒരു മനുഷ്യരിലുണ്ടാക്കുന്ന ശാരീരിക വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ മൊബൈൽ ഇല്ലാത്ത ജീവിതം ഇന്നില്ല. നമ്മുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ 22 വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ആളുകളെ. അപ്പോൾ ഈ മൊബൈൽ യുഗം തുടങ്ങുന്നതിന് മുമ്പേയുള്ള ജീവിതവും മൊബൈൽ യുഗം തുടങ്ങിയ ശേഷമുള്ള ജീവിതവും രണ്ടും രണ്ട് വിധത്തിലാണ്. മൊബൈൽ യുഗം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ രോഗികളൊക്കെ കുറച്ച് സ്ലോ ആയി, കുറച്ച് പതുക്കെയായിരുന്നു ജീവിതമൊക്കെ. മൊബൈൽ യുഗം തുടങ്ങിയതോടുകൂടി ഭയങ്കര ഫാസ്റ്റായി മാറി. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്കൊരു കോള് വരുന്നവരെടുത്തില്ലെങ്കിൽ തുരിതുരാ കോളാണ് പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശല്യം, അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പം ഈ കോള് എടുക്കാൻ പോകുന്നവന് ശല്യം സഹിക്കാൻ പറ്റാതെ അവൻ എടുക്കും.
അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്ട്രെസ്. പിന്നെ ഈ കാണുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഈ കണ്ണിന് ഈ മനുഷ്യന്റെ ശരീരത്തിൽ വലിയൊരു റോൾ ഉണ്ടല്ലോ. കണ്ണിന് ഇതിങ്ങനെ നോക്കിയാലോ, കണ്ണും ബ്രെയിനും ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്താൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേകത എന്താണ്? നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് കണ്ണിന് സ്ട്രെയിൻ വരുമ്പോഴോ അത് ഗ്രഹിക്കുന്നത് തലയാണ്. അപ്പം നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ 4-5 മണിക്കൂറൊക്കെ ഈ തുടർച്ചയായിട്ട് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണ് മാത്രമല്ല തലയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം തല പ്രവർത്തിക്കുന്ന സമയത്ത് തലയ്ക്ക് റെസ്റ്റ് കിട്ടിയില്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മളിപ്പം ഇത് പറഞ്ഞ ഹൃദയാഘാതം പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം പര്യാപ്തമായ റെസ്റ്റ് നമ്മളെ അവയവങ്ങൾക്ക് കൊടുത്തിരിക്കണം. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പ്രൊഫഷണൽ യൂസിനും നമുക്ക് ജസ്റ്റ് വിവരം കിട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ വേണ്ടാത്ത ഇങ്ങനെ കാട് കയറുന്ന പോലെ എല്ലാം നോക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് പോലും വേണ്ടത്ര റെസ്റ്റ് കിട്ടില്ല. ഒരു ശരാശരി മനുഷ്യന് ഇത് ഉപയോഗിക്കാവുന്ന എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ അവിടെ നിൽക്കട്ടെ, ഒരു ശരാശരി മനുഷ്യൻ ഇത് ഉപയോഗിക്കാനുള്ള ഒരു സമയപരിധി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ? അങ്ങനെ പഠനം നടന്നിട്ടില്ല. പക്ഷേ എങ്കിൽ 24 മണിക്കൂറിൽ ഒരു മാക്സിമം 1 മണിക്കൂർ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കാം. 1 മണിക്കൂർ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അറിയാം. അപ്പോൾ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഈ 24 മണിക്കൂറിൽ 24.5 മണിക്കൂർ 5 മിനിറ്റ് കൂടി കൂടുതൽ 1 മണിക്കൂർ മാത്രമാണ് പറയുന്നതുള്ളൂ. ശരിയായ ഒരു പഠനം നടന്നിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പം എല്ലാവരും എടുക്കാൻ, ഇൻക്ലൂഡിങ് ഞാനടക്കം, ഒരു 3 മണിക്കൂർ എന്തായാലും മൊബൈലിന് മുന്നിലുണ്ടാവും. എല്ലാവരും ഡോക്ടർമാരടക്കം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന്. ബിക്കോസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മൊബൈലിലാണ് ഉള്ളത്. നമ്മുടെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ പേയ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും മൊബൈൽ ഇല്ല എങ്കിൽ നമ്മൾ മുൻകരുതൽ എടുക്കാൻ പറ്റുമോ ആ കാര്യത്തിൽ? മുൻകരുതലുകൾ എടുക്കാൻ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത്. ഈ ഫാസ്റ്റ് ലൈഫിൽ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ളത് ജീവിതം കുറച്ച് ഫാസ്റ്റ് തന്നെയാണ്. തിരിച്ചു വരാം ഡോക്ടർ ശ്രീജിത്ത്. ഈ നവമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആധുനിക കാലത്തിന് AI കൂടി വന്നതോടുകൂടി മൊത്തം സിസ്റ്റം മാറുകയാണ്. ആ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ ബാധിക്കും? നമ്മുടെ ഹൃദയത്തെ അതെങ്ങനെ ബാധിക്കും? ഈ പറഞ്ഞതുപോലെ കണ്ണ്, തലച്ചോറ്, ഞരമ്പുകൾ, സ്ട്രോക്ക്, ഇത് ഹൃദയത്തിലേക്ക് എങ്ങനെ ബാധിക്കും? ബേസിക്കലി നമ്മുടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വിയറബിൾസ്, ആപ്പിൾ വാച്ചൊക്കെ പിന്നെ പൾസിലെ വേരിയേഷനൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് മൊബൈൽ വഴി അത് പേഷ്യൻറ്റിനൊക്കെ അലേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഇവോൾവിങ് മെഡിസിനിൽ തന്നെ ഏറ്റവും മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന സംഭവമാണ് ഇപ്പോൾ ശബ്ദത്തിൻ്റെ വേരിയേഷൻസിൽ പോലും മാറ്റങ്ങൾ മുൻകൂട്ടി. പക്ഷേ മാധ്യമങ്ങൾ പ്രശ്നം കഴിച്ചാൽ നമ്മളിതിൻ്റെ നല്ല വശങ്ങളല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സസൈസ് കഴിയുമ്പോൾ കുഴഞ്ഞു വീണെന്നുള്ള വാർത്തയാണ് നമ്മൾ മാധ്യമങ്ങളോട് വായിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ മാധ്യമങ്ങളെ മീഡിയയെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സസൈസിനെ കുറിച്ച് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അടക്കം ഡിസ്ക്രൈബ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ജിമ്മിൽ പോകാനൊക്കെ ഒരു പക്ഷേ നമുക്ക് സമയം കിട്ടില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒതന്റിക് ഡോക്ടേഴ്സ് നടത്തുന്ന മസിലിനെ കുറിച്ചൊക്കെ വിവരമുള്ള ആൾക്കാർ നടത്തുന്ന വ്യായാമ മുറകളൊക്കെ പഠിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്. അതിലേക്ക് ഒരു ആധികാരികത നമുക്ക് എത്രയും കാണാൻ പറ്റും. കാരണം ഏത് വഴിയെ പോകുന്നവരൊക്കെ വാളെടുക്കുന്ന മുഴുവൻ വെളിച്ചപ്പാടായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെ ആധികാരികത ഉറപ്പുവരുത്തും? അപ്പോൾ അതിൻ്റെ ആധികാരികത നമുക്ക് ഉറപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന US പോൾ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു ഫിസിയാട്രിക് കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ പറയുമ്പോൾ നമുക്കറിയാം മസിലിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം ഒരു വിവരമുള്ള ആളാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത്ര ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും പിന്നെ അവിടെ നമ്മൾ നമ്മുടേതായ ഒരു ലോജിക്ക് യൂസ് ചെയ്യണം, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ മാധ്യമങ്ങളിലെ ചില വാർത്തകൾ നമ്മൾ അതിൻ്റെ എസ്പെഷ്യലി ഇപ്പോൾ AI പല ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താണോ ആവശ്യം ആ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് അതിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് ബെനിഫിറ്റ് ആയി മാറും. ഡോക്ടർ ഒരു ചോദ്യം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ പരമാവധി തൊട്ടടുത്ത OPകളിലേക്ക് പോകുന്നു. ഈ OPകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഡോക്ടർക്ക് പഴയതുപോലെ പൾസ് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം കഴിഞ്ഞിരിക്കും. പണ്ട് ഒരു MBBS തന്നെ
ഏത് ലെവലിലും ചികിത്സിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഒരു പരിജ്ഞാനവും അതിനുള്ള റിസ്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഡോക്ടർ രോഗി ബന്ധം അതായിരുന്നു. ഇന്ന് അതല്ല. ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് എത്തിയാൽ ആ ഒരു സാധാരണ ഒരു വീട്ടിലെ OP ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പീഡിയ മുറിയിൽ നടക്കുന്ന ഒരു കൂടി വന്നാൽ ഒരു BP നോക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ പനി നോക്കാനുള്ള സൗകര്യമാണ് അവിടെ ഉണ്ടാകുക. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് ഇത്തരം അസുഖങ്ങൾ, ഇത്തരം വേവലാതികൾ അല്ലെങ്കിൽ ഹൃദയത്തെ ബാധിക്കുന്ന ഇത്തരം രോഗലക്ഷണങ്ങളുമായി ഒരു മനുഷ്യൻ പോകുന്നതിനെക്കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ഇപ്പോൾ പൊതുവേ എല്ലാവരും ഡിഫെൻസീവ് മെഡിസിൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തെങ്കിലും മേജർ ഒരു കൺസേൺ ഒരു ഡോക്ടർക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡോക്ടർ ആ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യും. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് എപ്പോഴും പ്രതിസന്ധിയാകാറുണ്ട്. ഇപ്പം ഒരു സ്ഥലത്ത് ഒരു OP ഉള്ളിടത്ത് പോയാൽ അവിടെ ഒരു 100 ആളോ 50 ആളോ ഒക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ഒരു ഡോക്ടറിന് 100-150 പേഷ്യൻസിനെ 200 OP വരെ നോക്കുന്ന ഡോക്ടേഴ്സുള്ള നാടാണ് നമ്മുടെ. എങ്ങനെയാണത് നോക്കുന്നത് ദൈവം തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. ആ സമയം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവർ 2, 3, 4 ഇപ്പോൾ ഇവിടുന്ന് പോയ ഡോക്ടർ അരുൺ ഘോഷിയുണ്ട്. അദ്ദേഹം വളരെ അടിച്ചു പൊളിച്ച് അവിടെ ജീവിക്കുക. ഇവിടെ 100-150 ഒക്കെ നോക്കിയെടുത്ത് അത്രയും രോഗികൾ നോക്കിയിട്ടുണ്ട്. അവർക്കൊരു ഹയർ ഒപ്പീനിയൻ എടുക്കുന്നതിന് മാസങ്ങൾക്കാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മനുഷ്യർ ഈ OPക്ക് മുന്നിലേക്ക് പോകും, അവിടെ കാത്തു നിന്ന് ഈ എൻട്രി എത്തി അങ്ങോട്ട് എത്തുക. അപ്പോഴത്തേക്ക് ഈ വേദനയുടെ സ്വഭാവം മാറുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ റൂട്ടീനായിട്ട് വരുന്ന പേഷ്യൻറ്റിൽ നിന്ന് ഒരു നല്ല ഡോക്ടർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പേഷ്യന്റിന് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആവശ്യമുണ്ടെന്നുള്ളത് ഒരു നല്ല ഡോക്ടർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ലക്ഷണങ്ങളിൽ നിന്ന് മാറി ആ രോഗിക്ക് സീരിയസ് ആയിട്ടുള്ള ലക്ഷണം ഉണ്ട് എന്നുള്ളത് നല്ല ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള രോഗി തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ഇവാലുവേഷന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഡോക്ടർ നാഗേഷ്, ആ ടൈം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഡ്യൂറേഷൻ, ആ ടൈം പരിധി, ഈ OPക്ക് മുന്നിൽ കാത്തു നിന്ന് ഈ ഡോക്ടറുടെ അടുത്ത് എത്തി ആ ഡോക്ടർക്ക് ആ സിഗ്നൽ കിട്ടി, ആ സൈൻ കിട്ടുന്നു, ഇവന് പ്രോബ്ലംസ് ഉണ്ട് എന്ന് സൈൻ കിട്ടി അടുത്ത സെൻറ്ററിലേക്ക് എത്തുന്ന ഗ്യാപ്പ് കിട്ടുള്ളൂ. അതിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങളിൽ? അപ്പം ചിലർ ഈ നാട്ടിൻപുറത്ത് എന്ന് പറയുമ്പോൾ ചിലരുടെ ഡോക്ടറിന്റെ മേലുള്ള വിശ്വാസമാണ് അവരെ അവിടെ നിർത്തിക്കുന്നത്. അപ്പം പണ്ട് മുതലേ ഈ താവഴയായിട്ട് അവരെ അച്ഛൻ അപ്പനമ്മയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അടുത്ത ജനറേഷൻ, അയാൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വിശ്വാസം പണ്ട് മുതലേ മാറ്റിയിടുന്നത് ചിന്താഗതി അവരെ മനസ്സിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അല്ല, അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ പറയാത്തത്. ഞാൻ ഇതിനകത്തൊക്കെ ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഈ നഗരത്തിന്റെ മുക്കിലും മൂലയിലുള്ള മനുഷ്യരെ സംബന്ധിക്കുന്ന ഒരാൾ. എന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒത്തിരി എക്സ്പീരിയൻസ്. അതെ, ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ഉള്ളത് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയാം. ഒരു നഗരത്തിലെ പ്രാക്ടീസിന് കുറച്ചുകൂടി നമുക്ക് സമയമുണ്ട്. കാരണം തൊട്ടടുത്ത് നിങ്ങൾക്കൊരു സൗകര്യമുള്ള ഒരു ആശുപത്രി നിങ്ങൾക്ക് കിട്ടും. ആ സമയം തലശ്ശേരി വിട്ട് അല്ലെങ്കിൽ കണ്ണൂർ വിട്ട് ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ ചില ആൾക്കാർ അല്ലെ അവിടെ ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി അല്ലെങ്കിൽ വിയർപ്പ് വന്ന രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു നോക്കുന്ന സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാഫ് എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള അങ്ങനെയാണ്. അപ്പോൾ വരുന്ന പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് അസസ്മെന്റിന്റെ സ്റ്റാഫാണ് നോക്കുക. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞ് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കയറ്റി വരും. അപ്പം ചിലർക്ക് അങ്ങനെ അതുപോലും പറ്റുന്നില്ലെങ്കിൽ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നേരെ വണ്ടി തന്നെ കയറ്റി വിടാറുണ്ട് പതിവ്. അതാണ് ചെയ്യേണ്ടത്. നമ്മളെ ബിക്കോസ് അവർ നമ്മുടെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. അവരാ വിശ്വാസത്തിൽ അവർ വന്നപ്പോഴും നമ്മൾ സമയം കളയാതെ നമ്മൾ ഉടനെ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വണ്ടി കയറി നോക്കി ഡോക്ടർ ശ്രീത്ത്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട പണ്ട് നമ്മൾ പറയില്ല 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം, 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ റൊട്ടീൻ ചെക്കപ്പ് നടത്തണം, ഇത്ര മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം, ECG എടുക്കണം, എക്കോ എടുക്കണം, നമ്മൾ ഉപദേശിക്കാറ്. ഒരു കാലത്ത് അതായിരുന്നു നമ്മുടെ ശീലം. മാറിയ കാലത്ത് നമ്മൾക്ക് മനുഷ്യർക്ക് അവർ രോഗികളാണെന്നില്ല, ഒരു ശരാശരി മനുഷ്യന് കൊടുക്കാവുന്ന ഉപദേശങ്ങൾ എന്താണ്? ആരോഗ്യം നിലനിർത്തി ഹൃദയം നിലച്ചു പോകാതിരിക്കാൻ. നിങ്ങൾ പറഞ്ഞ ആ ചെക്കപ്പ് നമ്മൾ 25 വയസ്സിലെങ്കിലും ഇന്നത്തെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. 25 വയസ്സിൽ ഒരു സംശയമില്ല. പിന്നെ നമ്മൾ ബ്ലോക്ക് വന്നോ എന്ന് നോക്കുന്നേക്കാൾ പ്രധാനമാണ് ബ്ലോക്ക് വരാണ്ട് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം എക്കോ TMT ബ്ലഡ് എല്ലാം ചെയ്ത് വന്നു, റിസൾട്ട് ട്രോപ്പയൊക്കെ എല്ലാവരും യൂട്യൂബിൽ നോക്കി ചെയ്തിട്ട് അതെല്ലാം റിസൾട്ടായിട്ട് വന്നതാണ്. പക്ഷെ ആ റിസൾട്ടൊക്കെ നോർമലാണ്. പക്ഷേ അദ്ദേഹത്തിന് പുകവലിയുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ അവർ ചെക്കപ്പ് എല്ലാം നോർമലാണ്. ഞാൻ ഇപ്പോൾ അപ്പോൾ ആ ചെക്കപ്പിനേക്കാൾ പ്രധാനമാണ് നാളെ ബ്ലോക്ക് വരാണ്ട് നോക്കുന്നത്. ഇന്ന് ബ്ലോക്ക് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നാളെ വരില്ല. അതിന് നമ്മൾ ആ പ്രിവെൻഷനാണ്. ഇപ്പോൾ പൊകവലിയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക അറിയാം, പൊകവലി ഒഴിവാക്കാം. ഷുഗറിനെ പല ഷുഗറും നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ റിവേഴ്സിബിൾ ആണ്. മരുന്നില്ലാണ്ട് തന്നെ ഷുഗർ മാറും. പിന്നെ തടി കുറയ്ക്കാൻ പറ്റും, ഭക്ഷണം കുറയ്ക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ബ്ലോക്ക് കൊണ്ട് മാത്രമാണോ ഹൃദയാഘാതം വരുന്നത്?
ഹൃദയാഘാതം അപൂർവ ഹൃദയസ്തംഭനം, ഹൃദയാഘാതം രണ്ടും ഞാൻ പറഞ്ഞല്ലോ. ഹൃദയസ്തംഭനം, കാർഡിയക് അറസ്റ്റ്. ഹൃദയാഘാതം മെയിൻലി ബ്ലോക്ക് കൊണ്ടാണ്. ബ്ലോക്ക് ഇല്ലാതെയും ഹൃദയാഘാതം വരാം, പക്ഷെ അപൂർവ അസുഖങ്ങളാണ്. സമയമൊക്കെ പറഞ്ഞിട്ട് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ വരാറുള്ളത്. മെയിൻലി നമ്മൾ കാണുന്ന കോമൺ തിങ്സ്, കോമൺ എന്ന് പറഞ്ഞോ, നമ്മൾ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അധികവും ചത്തത് കീചകനെങ്കിൽ കൊന്നത് എന്താണ് നമുക്ക് ന്യൂ ജനറേഷൻ കുട്ടികൾ, നിങ്ങൾ കുറച്ചുകൂടി യങ്ങാണല്ലോ, എന്താണ് ന്യൂ ജെൻ ഇപ്പൊ പറഞ്ഞത് 25 വയസ്സിൽ പണി തുടങ്ങുന്നു, യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്? ഇങ്ങനെ വല്ല സ്ട്രീനസ് എക്സസൈസ്, അതായത് പിന്നെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും അത്ലറ്റിക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു സ്ക്രീനിങ് എന്ന രീതിയിൽ ECG അല്ലെങ്കിൽ എക്കോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും യങ്സ്റ്റേഴ്സ്. കാരണം ഫെമിലിയറിലായിട്ട് അസുഖം പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ അതിന്റെ ലക്ഷണങ്ങളൊന്നും ആ സമയത്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പിന്നെ വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ റണ്ണിങ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ഈ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി സ്ക്രീനിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എസ്പെഷ്യലി ഇതുപോലത്തെ ഫാമിലിയിൽ എന്തെങ്കിലും അസാധാരണമായിട്ട് എന്തെങ്കിലും രോഗി മരിച്ചതായിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ രോഗികൾ, അത് കൂടാതെ ഈ ജിമ്മിലൊക്കെ ട്രെയിൻ ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഈ അത്ലറ്റിക്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിങ് ആയിട്ട് പിന്നെ നമുക്ക് നിർത്താം. നമുക്ക് ഈ ഒരു ഫാമിലി ഡോക്ടർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹം വന്നിട്ടുണ്ടോ? ഹിസ്റ്ററി അറിയാൻ എങ്ങനെ വേണം? ഒരു ഫാമിലി മെഡിസിൻ ഒരു വിഭാഗം ഉണ്ട്, പക്ഷേ ഈ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഇവിടെ ഫാമിലി ഡോക്ടർക്ക് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കേരളത്തിൽ ഇല്ല. ഒരു ഹിസ്റ്ററി, ഒരു രോഗിയുടെ മൊത്തം ഹിസ്റ്ററി ഒരു ഫാമിലിയിൽ അങ്ങനെ ഇല്ല. അത് മാറേണ്ടതുണ്ട്. അതെ, ജനറൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ അങ്ങനെ ഓരോ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇന്ന ആൾക്കാരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണം, എന്നാൽ എളുപ്പമാകും അല്ലേ? യെസ്, നമ്മുടെ സമയം തീരുകയാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ തുടങ്ങിയാൽ ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയുണ്ട്. പക്ഷേ നമുക്ക് സമയം പരിമിതമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന കാണുന്ന പ്രേക്ഷകർക്ക് തീരുമാനിക്കാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ഒന്നും അമിതമാകാതിരിക്കുക, മിതമായ രീതിയിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കണ്ട. ശരീരത്തിൽ കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങൾ പോലും ചിലപ്പോൾ നമ്മളെ ഈ സുന്ദരമായ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കും എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നാവുന്ന വേദനകൾ പോലും നമ്മൾ ഗൗരവത്തിലെടുത്തേ പറ്റൂ. കാലം മാറി, കഥയും മാറി. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ സുന്ദരമായ ഭൂമിയിൽ ഒത്തിരി കാലം സുന്ദരമായി തന്നെ ജീവിക്കാം. പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് ആ നിലക്കുള്ള ഒരു ചർച്ചയിലേക്കും ചിന്തയിലേക്കും വഴിമരുന്നിടാൻ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.